വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പം ഇന്ന് എലക്ഷൻ്റെ ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലുള്ള ബോട്ടൊക്കെ ഈ സ്കൂളിലാട്ടോ. പാപ്പിനിപ്പാറയാണ് ഈ സ്കൂളിൽ. അങ്ങനെ വോട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ട്രിപ്പിന് പോകാൻ നിൽക്കുകയാണ്. ഊട്ടിയിലേക്കാണ് കേട്ടോ ആദ്യം പോണത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോണ വഴിയിലൊക്കെ നല്ല തിരക്കിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിലമ്പൂരെത്തി. സാധാരണ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടാവലുണ്ട്. ഇന്നിപ്പോൾ എലക്ഷൻ ആയതുകൊണ്ട് കടകളൊക്കെ അടവാണ്. ചുരം കയറുന്നതിൻ്റെ മുമ്പ് ചായ കുടിക്കാൻ കയറി. പിന്നെ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ സ്നാക്സൊക്കെ വാങ്ങി. ചെറുത്തുമൊന്നും തിരക്കില്ലെന്നു കേട്ടോ. കാരണം ഇന്ന് വോട്ടായതുകൊണ്ടാ തോന്നുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് സൺസെറ്റ് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോൾ ഞങ്ങൾ ഊട്ടിയിലെത്തി. അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയൊക്കെ സൈഡാക്കി കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല വൈബ് ഉണ്ടായിരുന്നു, അവിടുത്തെ നൈറ്റ് വൈബ്. അങ്ങനെ ഞങ്ങൾ പാനിപൂരിയും എഗ് റൈസും വാങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂം എടുത്ത് കടന്നുണങ്ങി. രാവിലെ ബാൽക്കണി ചെല്ലി നോക്കിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഊട്ടിയിൽ സ്റ്റേ ചെയ്യണത്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ സ്റ്റേ കുറേ നോക്കിയിട്ടാണ് ഈ റൂം കിട്ടിയത്. ഊട്ടിയിൽ കുറേ പ്രാവശ്യം വന്നെങ്കിലും അവിടുത്തെ ഭംഗി ശരിക്കും ഇപ്പോഴാണ് കണ്ടത്. സാധാരണ പാർക്കിൽ വന്ന് പോവുക ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ദോശയായിരുന്നു ഞങ്ങൾ കഴിച്ചത്. കൂടെ നല്ല വടയും ഉണ്ടായിരുന്നു. അപ്പം ഇനി ഞങ്ങൾ പോണത് വയനാട്ടിലേക്കാണ്. അങ്ങനെ നേരെ മേപ്പാടിയിലേക്ക് പോണ വഴിയിൽ ഞങ്ങൾ ടോയ് ട്രെയിൻ ഉണ്ട്. ഞങ്ങളും ട്രെയിൻ ബുക്ക് ചെയ്യണം വിചാരിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. കുറച്ചുകൂടി മുമ്പിലേക്ക് പോയപ്പോൾ ചോക്ലേറ്റിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, അവിടെ ഇറങ്ങി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി യാത്ര തിരിച്ചു. ഇവിടെ ചോക്ലേറ്റ്സ് മാത്രമല്ല കേട്ടോ, നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ക്യാൻഡീസും ഒക്കെ ഉണ്ട്. അടിപൊളി ഷോപ്പാണ് കേട്ടോ, വലിയ ഷോപ്പാണ്. കഴിക്കാനും എടുത്തിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വീറ്റ് കോണിൻ്റെ കട കണ്ടു. അവിടെ തന്നെ ഫ്രഷ് ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി.
അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് വേറെ ഒന്ന് കൂടി വാങ്ങിട്ടോ. ആ കഴിഞ്ഞിട്ട് ഒരു കരിക്ക് കൂടി ആയപ്പോൾ അടിപൊളി. അതിന് ബേബി ഇവിടെ ഉറങ്ങട്ടോ. അങ്ങനെ ഞങ്ങൾ വയനാടെത്തി. നേരെ ഹോട്ടലിലേക്ക് മന്തിയും ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇനി ഞങ്ങൾ പോണത് റിസോർട്ടിലേക്കാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ കഴിക്കാൻ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി. കാരാപ്പുഴ ഡാമാണ് കേട്ടോ ഇത് കാണുന്നത്. ഏകദേശം അതിൻ്റെ അടുത്താണ് റിസോർട്ട് വരുന്നത്. അടിപൊളി വ്യൂ ആയിരുന്നു. ഇതാണ് റിസോർട്ടിലേക്കുള്ള വഴി. ഒന്നുകൂടി മുന്നോട്ടൊക്കെ പോയപ്പോൾ ഡാം കാണായിരുന്നു. കൂടെ മലകൾ. റിസോർട്ടിലത്തെ വീഡിയോയുമായി ഞാൻ പിന്നെ വരാം. ബൈ.